അപ്പോൾ മാം ഇത് ഫേക്ക് അല്ലല്ലേ, ഫാസ്റ്റ് ആണ്. അപ്പോൾ എങ്ങനെയാണ് ഈ SSLC +2 ഒക്കെ അവർക്ക് എടുക്കാനുള്ള പ്രോസസ്സുകളൊക്കെ? നമുക്ക് 14 വയസ്സ് കഴിഞ്ഞാൽ ആർക്ക് വേണമെങ്കിലും ഇന്ന് 10ാം ക്ലാസ് എഴുതിയെടുക്കാനുള്ള ഓപ്ഷൻ ഉണ്ട്. അവരുടെ കയ്യിൽ 2 ID പ്രൂഫ് ഉണ്ടായാൽ മതി. അതുപോലെ ഇനി എത്ര കൊല്ലം മുന്നേ 10ാം ക്ലാസ് ജയിച്ച ഒരാളാണെങ്കിൽ ഇപ്പോൾ +2 അവർക്ക് ചെയ്യണോ, ഹ്യൂമാനിറ്റീസ്, സയൻസ്, കൊമേഴ്സ് ഏത് വേണമെങ്കിലും എടുക്കുക. +1 ഇല്ലാതെ തന്നെ ഡയറക്റ്റ് +2 5 എക്സാം എഴുതിയാൽ മതി. ഇനിയിപ്പോൾ അവർ എന്തെങ്കിലുമൊക്കെ ജോലിക്ക് പോകുന്നവരാകുമല്ലോ, അല്ലെങ്കിൽ വീട്ടമ്മമാരാവും, കുട്ടികളുണ്ടാവും, എന്തെങ്കിലുമൊക്കെ ആയിട്ട് അവർക്ക് ബുദ്ധിമുട്ടുകളുണ്ടാവും പഠിക്കാനായിട്ട്. അപ്പോൾ നമ്മൾ അതിനു വേണ്ടി മൊബൈലിൽ റെക്കോർഡ് ചെയ്ത് വെച്ചിട്ടുള്ള വീഡിയോ ക്ലാസ്സുകളാണ് കൊടുക്കുന്നത്. ഓരോ സ്റ്റുഡൻറ്റിനും അവരുടെ കൺവീനിയൻറ്റ് ടൈം അനുസരിച്ച് എവിടെയാണോ അവർ അവരുടെ ഫോണിൽ യൂട്യൂബ് വീഡിയോ ഒക്കെ കാണുന്ന പോലെ കണ്ടുപഠിക്കാൻ പറ്റും. ഇനി കാണുന്ന സമയത്ത് അവരുടെ സംശയങ്ങൾ തീർത്തു കൊടുക്കാൻ വാട്സപ്പിൽ ടീച്ചർമാർ എനി ടൈം അവൈലബിൾ ആണ്. ഇനി NIOS എടുക്കുന്നവർക്കാണെങ്കിൽ കേരളത്തിലെ 14 ജില്ലയിലും ഗവൺമെന്റ് എക്സാം സെന്റർ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അവരുടെ ജില്ല ഏതാണോ ആ ജില്ലയിൽ നേരിട്ട് പോയിട്ട് പരീക്ഷ എഴുതാം. ബോസെ ബോർഡ് ആണെങ്കിൽ AI സെന്റേഴ്സ് അലോട്ട് ചെയ്തതുകൊണ്ട് തന്നെ ഇന്ത്യയിലകത്ത് എവിടെയാണെങ്കിലും അവിടെയുള്ള AI സെന്റർ കണക്ട് ചെയ്തിട്ട് അവർക്ക് ഓൺലൈനായി മൊബൈലിൽ പരീക്ഷ എഴുതാം. ഇനി സ്റ്റഡി മെറ്റീരിയലിന്റെ കാര്യം പറയുകയാണെങ്കിൽ NIOS നമ്മൾ കേരളത്തിൻ്റെ അകത്ത് എവിടെയാണെങ്കിലും അങ്ങോട്ട് കൊറിയർ അയച്ചു കൊടുക്കും. ബോസെ പഠിക്കാനുള്ളത് നമ്മൾ സിമ്പിളാക്കിയിട്ട് PDF ആയിട്ട് വാട്സപ്പിൽ ഷെയർ ചെയ്ത് കൊടുക്കും. ഇനി ജയിക്കാൻ തന്നെ ഈസിയാണ്. NIOS ആണെങ്കിലും ബോസെ ആണെങ്കിലും ടോട്ടൽ 100 മാർക്കിലുള്ള എക്സാമിന് ഗവൺമെൻറ് സൈഡിൽ നിന്ന് ഒരു പരിഗണന എന്നുള്ള ലെവലിൽ ഒരു 20 മാർക്കിൻ്റെ അസൈൻമെൻറ്റ് പ്രൊജക്റ്റ് ഉണ്ട്. അത് അറ്റൻഡ് ചെയ്ത് കഴിഞ്ഞാൽ ഒരു 14 മുതൽ 16 വരെയുള്ള മാർക്ക് ഗവൺമെൻറ് തന്നെ സ്റ്റുഡൻസിന് അലോട്ട് ചെയ്തിരിക്കും. ഇനി 80 മാർക്കിൽ എഴുത്ത് പരീക്ഷയിൽ ആദ്യം 20-30 മാർക്കിന് 1 വേർഡ് ക്വസ്റ്റ്യൻസ് കൊടുത്തിട്ടുള്ളത് കൊണ്ട് അത് അറ്റൻഡ് ചെയ്ത് എഴുത്ത് പരീക്ഷ 2 മാർക്കിൻ്റെ 4 മാർക്കിൻ്റെയൊക്കെ ക്വസ്റ്റ്യൻ അറിയാവുന്ന ഒത്തിരി എഴുതി വെച്ചാലും ഈസി ആയിട്ട് സ്റ്റുഡൻസിന് പാസ്സാവാൻ പറ്റും. കാരണം 23 മാർക്ക് ഓരോ വിഷയത്തിലും എഴുത്ത് പരീക്ഷയിൽ മേടിച്ചാൽ മതി. ഇപ്പോൾ ഈ പറഞ്ഞ പോലെ പല ഏജ് കാറ്റഗറിയുള്ള ആൾക്കാരാണല്ലോ ജോയിൻ ചെയ്യുക. അപ്പോൾ അവർ എത്രയും പെട്ടെന്ന് സർട്ടിഫിക്കറ്റ് വേണമെന്ന് വെച്ചിട്ട് തന്നെയാണ് അഡ്മിഷൻ എടുക്കുക. പക്ഷേ ജോലി തിരക്ക് കാര്യങ്ങൾ കാരണം എന്തെങ്കിലും ഓപ്ഷൻ വന്നവർക്ക് അത് എഴുതാൻ പറ്റാതെ പോയാൽ വീണ്ടും 6 മാസം കൂടുമ്പോൾ അങ്ങനെ 5 കൊല്ലം വരെ 9 തവണയായിട്ട് പരീക്ഷ എഴുതാനുള്ള ഓപ്ഷൻ ഗവൺമെൻറ് കൊടുക്കുന്നുണ്ട്. ഇപ്പം അഡ്മിഷൻ എടുത്തു എന്ന് വെച്ചിട്ട് 6 മാസം കഴിഞ്ഞ് എഴുതാൻ പറ്റാതെ പോയാൽ വീണ്ടും അഡ്മിഷൻ എടുക്കണ്ട, സെയിം ID കാർഡ് വെച്ചിട്ട് തന്നെ 5 വർഷത്തിൻ്റെ ഉള്ളിൽ എഴുതാം. ഗവൺമെൻറ് സൈറ്റിൽ രജിസ്ട്രേഷൻ, എക്സാം ഫീ, ടെക്സ്റ്റ്, ഗൈഡ്, വീഡിയോ ക്ലാസ്, ടീച്ചർ സപ്പോർട്ട്, അസൈൻമെൻറ്റ്, പ്രൊജക്റ്റ് എല്ലാം ഇൻക്ലൂഡഡ് ആയിട്ടുള്ളൊരു ഫീ ആണ് നമ്മൾ ഈടാക്കുക. അത് EMI ആയിട്ട് സ്റ്റുഡൻസിൻ്റെ സൗകര്യം പോലെ ചെറിയ എമൗണ്ടുകളായിട്ട് അടക്കാനുള്ള സൗകര്യം ചെയ്തു കൊടുക്കുന്നുണ്ട്. ഇനി വരുന്ന എക്സാം ഏത് മാസമാണ്, NIOSൻ്റെ എപ്പോഴാണ്, ബോസെ ബോർഡിൻ്റെ എപ്പോഴാണ്, അഡ്മിഷൻ എപ്പോഴാണ് വൈൻഡപ്പ് ചെയ്യുക, അങ്ങനെയുള്ള കാര്യങ്ങൾ അറിയണമെന്നുണ്ടെങ്കിൽ താഴെ കാണുന്ന നമ്പറിൽ കോഴ്സ് കോർഡിനേറ്റേഴ്സിനെ ഉടൻ തന്നെ കണക്ട് ചെയ്യും.